ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഉച്ച ടൈമാണ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിലെത്തുമ്പോൾ ഏകദേശം 5:30-6 മണി ആ സമയമാവും. അപ്പോൾ വിശക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങാറ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയ ആണത്. നഴ്സസ് ഭക്ഷണം കഴിക്കുന്ന ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞവരുണ്ട്, പിന്നെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. കാരണം ചിലവർക്ക് 11 to 7 ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെയുള്ളവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും. അതുപോലെ മോർണിംഗ് 3:30 വരെ ഡ്യൂട്ടി ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ഭക്ഷണം കഴിക്കാനുണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഓർമ്മകൾ കുറേ വന്നേ. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ 2 ബെഞ്ച് കൂട്ടിയിട്ട് അപ്പുറം ഇപ്പുറേക്ക് ഇരുന്ന് കഴിക്കുക. പിന്നെ കൊറിഡോറിൽ ഇരുന്നിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുക. ഫ്രണ്ട്സിനെയൊക്കെ അന്നൊക്കെ ടീച്ചേഴ്സ് ഒരുമിച്ചിരുത്തില്ലല്ലോ, വർത്തമാനം പറയുന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിയിരുത്തല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നു. നഴ്സിംഗ് പഠിച്ച ഒരു 90% കുട്ടികളും ഹോസ്റ്റലേഴ്സ് ആയിരിക്കും. അപ്പോൾ ഹോസ്റ്റലിൽ സെയിം ഫുഡ് ഏകദേശം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. അങ്ങനെ ഒരു ഇതുള്ളൂ, സെയിം ഫുഡാണല്ലോ. സ്കൂളിലൊക്കെ ആണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും കൊടുന്ന പല ഫുഡ്സ് എല്ലാവരുടെ വീട്ടിൽ നിന്നും കൊടുന്നത് ഷെയർ ചെയ്ത് കഴിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിരുന്നു. പിന്നെ ഞാൻ റെഡിയായി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ എനിക്കൊരു കൊറിയർ വരാനുണ്ടായിരുന്നു. അത് വന്നു. അതപ്പോൾ പൊട്ടിക്കുന്നൊരു തിരക്കിലായിരുന്നു മിന്നുവിന് പനിയായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് പനിയാണ്. വീട്ടിലാണെങ്കിൽ അമ്മച്ചി അവലോസ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ അവലോസ് പൊടി, അവലോസ് എന്നൊക്കെ ആട്ടോ പറയുക. ഉണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ അതൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ വീണ്ടും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു. കാരണം ഇതും കുറേ നാളായിട്ട് ഞങ്ങൾ വീട്ടിലുണ്ടാക്കാറില്ല. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ് ഇതും ഉണ്ടാക്കി തന്നിരുന്നത്. അതായത് ഉണ്ടാക്കി എനിക്ക് കൊണ്ടുപോകാനായിട്ട്. ഞാൻ നഴ്സിംഗ് പഠിച്ചത് ആന്ധ്രയിലാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാനും കൂട്ടുകാരികൾക്ക് കൊടുക്കാനും കുറേ നാൾ ഇരിക്കുമല്ലോ ചീത്തയാവാതെ. അപ്പോൾ വിശക്കുമെടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് ഞങ്ങളൊരു മാക്സിമം ഒരു 1.5 ആഴ്ച അതിക്കുള്ളിൽ കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ തീരുമായിരുന്നു. ഞങ്ങളുടെ റൂമിൽ 5 പേരുണ്ട്. 5 പേരിൽ പിന്നെ അത് 4 പേരായി. അങ്ങനെ 4 പേരിൽ 4 പേരും കൊണ്ടുവന്ന സാധനങ്ങൾ ഏകദേശം 1 വീക്ക്, മാക്സിമം ഒരു 1.5 ആഴ്ചയും കൂടെ ഇരിക്കും. അപ്പോൾ ഞങ്ങളിതൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയ ഒരു ഓർമ്മ. എനിക്ക് ഇത് വലിയ താല്പര്യമില്ല, പക്ഷേ റൂമിലുള്ള കുട്ടികളൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ ഇത് വീട്ടിലാണെങ്കിലും ഇപ്പം ആണെങ്കിലും ഞാനങ്ങനെ അധികം കഴിക്കില്ല. അമ്മയും വീട്ടിലെല്ലാവരും കഴിക്കും കേട്ടോ. മിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതും ഉണ്ടാക്കിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, മുമ്പൊക്കെ ഷെയർ ചെയ്യുന്നതിൻ്റെ ആ ടേസ്റ്റ്, ഷെയർ ചെയ്തായിരുന്ന ആ ടേസ്റ്റുകൾ ഇന്നും പല കൂട്ടുകാരികളുടെയും കഴിച്ച ടേസ്റ്റ് നമ്മുടെ വായിൽ ഉണ്ട്. അപ്പോൾ നമ്മളിടയ്ക്ക് ഓർക്കും ആ സാധനം അന്ന് കഴിച്ചത് ഇത്രയും ടേസ്റ്റുള്ള സാധനമായിരുന്നു എന്ന്. അപ്പം ഞാൻ ഓർക്കുന്ന പോലെ ഞാൻ കൊടുക്കുന്ന സാധനങ്ങൾ ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടാവുമായിരിക്കുമല്ലോ. അതൊക്കെ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ അത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇന്നത്തെ കുട്ടികൾക്ക് ഇപ്പം എൻ്റെ മോൾക്കാണെങ്കിൽ തന്നെ ഷെയർ ചെയ്യുന്നതിൻ്റെ വാല്യൂ ശരിക്കും പഠിപ്പിച്ചു പഠിപ്പിക്കുകയാണ്. പക്ഷെ നമുക്കങ്ങനെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാം ചെയ്തിരുന്നു. ഇന്ന് വീടുകളിൽ കുട്ടികളുടെ എണ്ണം വരെ കുറഞ്ഞു. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആൾക്കാരില്ല. അത് കാരണം കൊണ്ട് അവർക്ക് അതിനെപ്പറ്റി എന്താ പറയുക, അവർക്കറിയില്ല. അപ്പോൾ സ്കൂളുകളിലായാലും പഠിപ്പിക്കുകയാണ്, നമ്മൾ വീട്ടിലായാലും നമ്മൾ പഠിപ്പിക്കുകയാണ്. അല്ലാതെ അവർക്ക് അറിയില്ല. അത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ അവർക്കറിയില്ല. പക്ഷെ മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ണമുള്ളൂ എന്നുണ്ടെങ്കിലും അത് വീതിക്കുന്നത് ചിലപ്പോൾ തെല്ലൊക്കെ കൂടും കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കുഞ്ഞിലെ ഞങ്ങളെ വീട്ടിൽ 3 പേരാണ്. ഇളയാൾ ഇച്ചിരി ഞങ്ങളെക്കാളും കുറച്ച് പ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാനും അനിയനും എന്നും തല്ലുകൂടും.
അത് പക്ഷെ നല്ലൊരു രസമായിരുന്നു. എന്തെല്ലാം കൂടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അളവൊക്കെ നോക്കിയിരുന്നു എന്ന് പറയണേ. അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരിക. ശരിക്കും എന്താ പറയുക, തൂക്കി നോക്കുക. അപ്പച്ച എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ, കടയുള്ള കാരണം കൊണ്ട് അപ്പച്ച എന്തെങ്കിലും തരുവേ. അപ്പച്ച എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നിനക്ക് എന്നിട്ട് തന്നേ, എനിക്ക് എന്നിട്ട് തന്നേ എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പച്ചനാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തരും കേട്ടോ. ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് തരും. പക്ഷെ ഞാൻ മേടിക്കാറില്ല. അനിയും പക്ഷെ പഠിച്ചത് മേടിക്കും. അപ്പോൾ അതൊക്കെ എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ കാര്യങ്ങളാണെങ്കിലും പണ്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് നല്ലത് ആണെന്ന് അറിയുന്നത് നമ്മൾ വലുതായതിന് ശേഷമാണ്. അതുപോലെ കുഞ്ഞിലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിക്കുമ്പോഴും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പറയേ തവിട് കൊടുത്ത് മേടിച്ചതാണെന്ന് പറയായിരുന്നേ. അപ്പോൾ അന്നൊക്കെ വിഷമം വരുമായിരുന്നു, തവിട് കൊടുത്ത് മേടിച്ചതാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന കുറേ പൊട്ടത്തരങ്ങൾ, കുറേ അങ്ങനെയൊക്കെ തോന്നിയിരുന്നൊരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ വളർന്നു വന്നപ്പോഴാണല്ലോ മനസ്സിലായത്, ഇതൊക്കെ വെറുതെ പറയുന്നത്, കുട്ടികളോട് അങ്ങനെയൊക്കെ പറയുന്നതാണെന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നു. ചിരിക്കുക ഇപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ. ഞാനങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ളത്, ഞാൻ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് കൊണ്ടുവരാനുള്ളതൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെ ഇതെല്ലാം കൊണ്ടുവന്നു. പക്ഷേ ഹോസ്റ്റലിലെത്തിയപ്പോൾ ഇവിടെ ആരുമില്ല. പക്ഷെ എല്ലാവരും എത്തും കേട്ടോ, ഇന്നും നാളേക്കായിട്ട് എത്തും. അപ്പോൾ ഞാനും വീട്ടിലേക്ക് ഇപ്പോൾ ഇടയ്ക്ക് പോകുന്ന കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാണൽ കുറവാണ്. കാരണം എല്ലാവരുടെയും ഡ്യൂട്ടി ടൈമിങ് വ്യത്യാസമുണ്ട്. ഒരാൾക്ക് നൈറ്റാണ്, ഒരാൾക്ക് മോർണിംഗ് ആണ്, ഒരാൾക്ക് ഈവനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മാറി മാറി വരുന്ന കാരണം കൊണ്ട് നമുക്കറിയില്ല എപ്പോഴാണ് കാണാൻ പറ്റുക. ചില ദിവസങ്ങളിൽ ഞങ്ങൾ 3 പേരും ഒരുമിച്ചുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും. അല്ലെങ്കിൽ ഒരുമിച്ച് ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറയും. ചിലപ്പോൾ ഞങ്ങളുടെ ക്യാൻറ്റീൻ്റെ അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറേ വിശേഷങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നടന്ന് റൂമിലേക്ക് വരുന്ന വഴിക്ക് കുറേ വിശേഷങ്ങൾ പറയും. നമുക്ക് സമയമുണ്ടല്ലോ ഒരുമിച്ച്. പിന്നെ ഞങ്ങൾ 3 പേരുള്ള സമയത്ത് കുറേ വിശേഷങ്ങൾ പറഞ്ഞ് ചിരിച്ചും കളിച്ചും കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊന്ന് കിടക്കുക കേട്ടോ. നമുക്ക് വീട്ടിലത്തെ പോലെ തന്നെ, അതായത് വീട്ടിൽ എനിക്ക് ഒരനിയനും അനിയത്തിയാണുള്ളത്. ഇവിടെ 2 അനിയത്തിമാരാണുള്ളത്. അപ്പോൾ 2 പേരും എന്താ പറയുക, നമ്മുടെ കൂടെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നത്. റൂംമേറ്റ്സിനെ പല പ്രാവശ്യമായിട്ട് പല വീഡിയോകളിലുണ്ടാവും. ഒരുമിച്ച് കിട്ടൽ വളരെ വളരെ കുറവാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങളുടെ വിശേഷങ്ങളും ഷെയർ ചെയ്യ്. അപ്പോൾ ബൈ.